നടി ആക്രമിക്കപ്പെട്ട കേസിൽ തന്നെ കുടുക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന ദിലീപിന്റെ ആരോപണം മുഖ്യമന്ത്രി തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് ഉടൻ സർക്കാരിനെ സമീപിച്ചേക്കും. ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. കുറ്റവിമുക്തനായി ഇറങ്ങി വന്ന ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ദിലീപ് ഉന്നയിച്ച ഈ ആരോപണങ്ങൾ മുഖ്യമന്ത്രി തള്ളി. പ്രസ്താവന എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് മനസ്സിലാകാത്ത കാര്യമാണ്. പോലീസിന്റെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. തെളിവുകൾ മുന്നിൽ വരുമ്പോൾ പോലീസിന്റേതായ നടപടികൾ സ്വീകരിച്ചു പോകും. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞു. കോടതി ഉത്തരവിനായി കാത്തിരിക്കുകയാണെന്നും ദിലീപ് പറഞ്ഞു. 6 പ്രതികളെ അറസ്റ്റ് ചെയ്ത ശേഷം കേസിൽ ഗൂഢാലോചനയില്ലെന്ന് അന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്. ഇതിനുശേഷം മുഖ്യമന്ത്രിയെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചു. തന്നെയും കുടുംബത്തെയും സാമൂഹ്യമായി ഒറ്റപ്പെടുത്താൻ ശ്രമം നടന്നുവെന്നും ഇതെല്ലാം സർക്കാർ അന്വേഷിക്കണമെന്നും ദിലീപ് അഭിമുഖത്തിൽ പറഞ്ഞു. വിധിയിൽ സന്തോഷവാനാണെന്നും ഗൂഢാലോചന പിന്നീട് ഉയർന്നുവന്ന വിഷയമാണെന്നും നടനും സംവിധായകനുമായ ലാൽ പ്രതികരിച്ചു. ഏറ്റവും വലിയ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധിയിൽ ഞാൻ സന്തോഷവാനാണ്. ഗൂഢാലോചനയുടെ കാര്യത്തിൽ അത് പിന്നീട് ഉയർന്നു വന്നൊരു പ്രശ്നമാണ്, അതിനെ കണ്ടെത്തിയൊരു പ്രശ്നമാണ്. മീഡിയ 1 കൊച്ചി.